ഒരെണ്ണം ജസ്റ്റ് പൊടിച്ചതിൻ്റെ ഫ്ലഷ് ഒന്ന് കാണിക്കാവേ. അയ്യോ കണ്ടോ, വാവ് എന്താ ടേസ്റ്റ് നോക്കി. വെള്ളം അങ്ങനെ ഒലിച്ചിറങ്ങണം കേട്ടോ എൻ്റെ വായിന്നും. ഹലോ, വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. ഞങ്ങൾ ടെറസിൻ്റെ മേളിൽ നിന്ന് ചെറിയൊരു അപ്ഡേറ്റും കൂടെ, അതായത് എൻ്റെ ജബോട്ടിക്കാവയാണ് താരം. ജബോട്ടിക്കാവയുടെ ഒരു വീഡിയോ, ഫസ്റ്റ് വിളവെടുപ്പിന് ഒരു വീഡിയോ ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണ് അപ്പോൾ ഉണ്ടായിരുന്നത്. ഇപ്പോഴും കുറച്ച് ഫ്രൂട്ട്സ് ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വിളവെടുപ്പ് ചെറിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ കൂടെ കാണിക്കാൻ വെച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ കയ്യിലുള്ളത് ജബോട്ടിക്കാവ റെഡ് ഹൈബ്രിഡ് എന്നൊരു ഐറ്റമാണ്. ഇതിന് ശരിക്കും പന്തലിച്ച് നിൽപ്പുണ്ട്. ശരിക്കും ജബോട്ടിക്കാവ ഇങ്ങനെ നിർത്താൻ പാടില്ല. നമ്മൾ പ്രൂൺ ചെയ്ത് അല്ല അതിൻ്റെ ബ്രാഞ്ചസൊക്കെ ഒന്ന് വെട്ടി ഒതുക്കി കൊടുക്കണം. കാരണം സൺലൈറ്റ് ഡയറക്റ്റായിട്ട് സ്റ്റെമ്മിൽ പതിച്ചാൽ മാത്രമാണ് ശരിക്കും ഫ്രൂട്ട്സ് ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ ചുവട്ടിലൊക്കെ കണ്ടോ കുറേ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഒതുക്കി കൊടുക്കണം. എന്തായാലും ഈ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ പൂക്കൾ ഇപ്പോൾ വന്നുകൊണ്ടാണ് ചെയ്യാത്ത കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ജബോട്ടിക്കാവയുടെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ, ജബോട്ടിക്കാവ വെറൈറ്റീസും ഇതിൻ്റെ കെയറും ഒക്കെ ചേർത്തൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഇപ്പോൾ നമുക്കിതിൻ്റെ ഫ്രൂട്ട്സ് ഒന്ന് കാണാം. ഇതിൻ്റെ ഫ്രൂട്ട്സിൻ്റെ പ്രത്യേകത ഞാൻ കണ്ടത് സാധാരണ റെഡ് ഹൈബ്രിഡ് ഞാൻ കാണുന്നതിനേക്കാളും വലിയ ഫ്രൂട്ട്സാണ്. ജസ്റ്റ് കാണിച്ചു തരാം. ഇതേ കണ്ടോ, ഇതിൽ കുറേ അധികം ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ നിങ്ങളെ വീഡിയോ എടുക്കാൻ വേണ്ടി വിട്ടിരുന്നു, പക്ഷേ എല്ലാം ഏതോ ബേർഡ് വന്ന് അടിച്ചിട്ട് പോയി. ഇവിടെ നിൽപ്പുണ്ട് കണ്ടോ, ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട് കാണാൻ പറ്റും. ഇവിടെ കണ്ടോ, ഇവിടെ 2-3 നിൽപ്പുണ്ട്. ഇതിൽ കണ്ടോ കുറച്ച് കഴിച്ചിട്ട് വെച്ചിരിക്കുക, ഏതോ ബേർഡ് വന്നിട്ട് തുലിയൊക്കെ ഇവിടെ ബാക്കിയിരിപ്പുണ്ട്. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതൊന്നും അല്ല, ശരിക്കും ഒരുപാട് വിളവുണ്ടാവും കേട്ടോ. ഇത് ഇവിടെ ഒരെണ്ണം നിൽപ്പുണ്ട് കണ്ടോ, ഇവിടെ ഒരെണ്ണം ഉണ്ട്. ഇനി ഇവിടെ വെച്ചാൽ ഞാൻ കുറേ കണ്ടല്ലോ. അതേ ഇവിടെ കണ്ടോ കണ്ടോ, അത് പഴുത്ത് തുടങ്ങി. ഇനി ഇതാ ഇവിടെ കണ്ടോ, എല്ലായിടത്തും ഉണ്ട് കേട്ടോ. നമുക്ക് കാണാം, അവിടെയും കണ്ടോ അത്യാവശ്യം നല്ല വലിപ്പമുള്ളതാണ്. ഇവിടെയൊക്കെ പൂക്കളും കണ്ടോ, പൂക്കളും കായ്കളൊക്കെ കുറേ വരുന്നുണ്ട്. അപ്പോൾ അടുത്ത തവണ വിളവ് കുറച്ച് ഉഷാറാവുമെന്ന് എനിക്ക് തോന്നണം കേട്ടോ. കണ്ടോ ഇവിടെയൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ വിളവെടുപ്പ് 5-6 കാര്യം എടുത്ത് കാണിക്കാം കേട്ടോ. ആദ്യം നമുക്ക് ഏറ്റവും വലുതിനെ തന്നെ എടുക്കാം. വാവ്, അയ്യോ ഒന്നും താഴെപ്പോയി. ഇത് കണ്ടോ, ഇതിന് ശരിക്കും മരമുന്തിരി എന്നാണ് പറയുക. കണ്ട നമ്മുടെ ഗ്രേപ്സ് പോലെ തന്നെ ഉണ്ടാവും, പക്ഷേ മരത്തും ഇങ്ങനെ പിടിച്ചിരിക്കുന്നതുകൊണ്ട് മരമുന്തിരി എന്നാണ് പറയുക കേട്ടോ. ഇനി എന്തെടുക്കാം, ഒരു 10-12 ഉണ്ടായിരുന്നു കേട്ടോ, എല്ലാം പോയി. ഇപ്പോൾ ഇത്രേ ഉള്ളൂ. യെസ്, ഒരെണ്ണം ജസ്റ്റ് പൊടിച്ചതിൻ്റെ ഫ്ലഷ് ഒന്ന് കാണിക്കാവേ. അയ്യോ കണ്ടോ, വാവ് എന്താ ടേസ്റ്റ് നോക്കി. വെള്ളം അങ്ങനെ ഒലിച്ചിറങ്ങണം കേട്ടോ എൻ്റെ വായിന്നും. റിയലി അടിപൊളി ടേസ്റ്റ് കേട്ടോ. കുരുവുണ്ട്, കുരു കൂടെ ഇറങ്ങിപ്പോയിട്ടോ. എന്തായാലും നിങ്ങളുടെ വീട്ടിൽ ജബോട്ടിക്കാവ ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് ഒരെണ്ണം ട്രൈ ചെയ്ത് നോക്കും. പല വെറൈറ്റീസ് അവൈലബിൾ ആണ്. ഞാൻ പറഞ്ഞു എൻ്റെ പഴയ വീഡിയോയിൽ എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. താങ്ക് യു.